ഇന്ന് നമ്മൾ നോക്കുന്നത് ജാപ്പനീസ് അനിമി ടി.വി. സീരീസ് ആയിട്ടുള്ള ജുജുട്സു കൈസൻ സീസൺ 1 ഫസ്റ്റ് എപ്പിസോഡാണ്. സോ ജുജുട്സു കൈസനെ പറ്റി ഞാൻ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പറയുന്നില്ല, എല്ലാം തന്നെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കൊണ്ടിരിക്കും. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. 700 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. സോ 700 ലൈക്ക് എപ്പോഴാവുന്നോ അപ്പോൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. സോ ഒട്ടും സമയങ്ങളാണ്, നേരെ മൂവിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ നമ്മുടെ കഥാനായകൻ കണ്ണു തുറന്നു നോക്കുവാണ്. അവന്റെ മുമ്പിൽ ഒരാളിരിക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പൊ അവൻ ഇരിക്കുന്നത്. നിങ്ങൾ ആരാ എന്ന് അവന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളോട് ചോദിക്കുന്നു. എന്റെ പേര് സാട്ടറോ കോജോ, ജുജുട്സു ടെക്കിന്റെ ഫസ്റ്റ് ഇയർ ക്ലാസ് ടീച്ചർ. എന്റെ ഫ്രണ്ട്സിനൊക്കെ എന്ത് പറ്റി? എന്നെ എന്തിനാ ഇവിടെ കെട്ടിട്ടിരിക്കുന്നേ? യുജി ഇറ്റദോരി, നമ്മളൊരു സ്ഥലത്ത് പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിനക്ക് എങ്ങനെ ഇവിടെ നിന്നും രക്ഷപ്പെടാം എന്ന് വേണം നീ ചിന്തിക്കാൻ. പക്ഷെ ഇനി അത് ചിന്തിക്കണ്ട, നിന്നെ ഇവിടെ സീക്രട്ട് ആയിട്ട് കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. സോ അവിടെ വെച്ച് ജുജുട്സു കൈസൻ എന്ന ഈ സീരീസ് ആരംഭിക്കുന്നു. ഹലോ, ഞാൻ യുജി ഇറ്റഡോറിയാണ് സംസാരിക്കുന്നത്. എന്റെ മുത്തശ്ശനൊന്ന് ഫോൺ കൊടുക്കുവോ? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ, ഞാൻ ഇപ്പൊ തന്നെ കണക്ട് ചെയ്യാം എന്ന് ആ ഹോസ്പിറ്റലിലെ നേഴ്സ് പറയുന്നു. ഏയ് മുത്തശ്ശ, നിങ്ങളുടെ പേരക്കുട്ടി വിളിക്കുന്നുണ്ട്. അവനെന്തിനാ എനിക്ക് വിളിക്കുന്നേ? അവനോട് വേഗം ക്ലബിലോട്ട് പോകും പറ. ആവശ്യമില്ലാതെ എനിക്ക് ഫോൺ ചെയ്ത് എന്നെ ശല്യപ്പെടുത്തല്ലേ എന്ന് അവനോട് പറ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് ആ മുത്തശ്ശൻ പറഞ്ഞത് നീ കേട്ടില്ലേ എന്ന് നേഴ്സ് അവനോട് ചോദിക്കുന്നു. അതെ, ഞാൻ കേട്ടു. അതിരിക്കട്ടെ, നീ ഏത് ക്ലബിലാണെന്ന് നേഴ്സ് ചോദിക്കുന്ന സമയത്ത് നാളെ വൈകിട്ട് ഞാൻ അങ്ങോട്ട് വരാം, മുത്തശ്ശനെ നന്നായിട്ട് നോക്കണേന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. സമയം രാത്രിയാവുകയാണ്. ഒരു സ്കൂളിന്റെ പുറത്തുകൂടെ ഒരാൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആ കേഴ്സ് ഒബ്ജക്റ്റ് ഇതുപോലൊരു സ്ഥലത്താണോ ഇരിക്കുന്നത്? ഇത് കൊണ്ടുകൊടുത്താൽ എന്റെ ജോലി തീർന്നില്ലേ എന്ന് പറഞ്ഞ് ആ കോഴിക്കോട് പോലുള്ള സാധനം തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്ത് അവൻ തേടി വന്ന സാധനം ഇല്ല. അവിടെയൊക്കെ നല്ല രീതിക്ക് അവൻ തിരയുന്നുണ്ടെങ്കിലും അവൻക്ക് അത് കിട്ടുന്നില്ല. എന്നിട്ട് ഫോൺ എടുത്ത് ആർക്കോ വിളിച്ചു പറയാണ് അതിവിടെ ഇല്ല. ഫോണിലൂടെ അയാൾ ചോദിക്കുന്നു, ഇനി നൈറ്റ് വാക്കിങ്ങിന് എങ്ങാനും പോയി കാണുമോ? മോഹന്റെ അടിച്ച് ഞാൻ പൊട്ടിക്കും. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് മര്യാദയ്ക്ക് പറ എന്ന് പറഞ്ഞ് ഇവൻ ടെൻഷനാവുന്നു. ആ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നത് വരെ നിനക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റില്ലെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് ഇവന്റെ മണ്ട എന്തായാലും ഞാൻ അടിച്ചു പൊട്ടിക്കും എന്ന് പറഞ്ഞ് ടെൻഷനാവുന്നു. പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്. നമ്മുടെ യുജി ജോയിൻ ചെയ്തിട്ടുള്ളത് പ്രേതഭൂത പിശാചുക്കളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ക്ലബിലാണ്. സസാക്കി ഹിക്കുജി റെഡി ആയിട്ടിരിക്കുക. അവരിപ്പോ ഒരു ഹോജോ ബോർഡ് പോലത്തെ സാധനം വെച്ചിട്ട് പറയാണ്, സ്പിരിറ്റ് ഗോഡ് ഈ റൂമിലുണ്ടെങ്കിൽ ഈ സ്കൂളിന്റെ പ്രസിഡന്റ് എത്രത്തോളം വീക്കായിട്ടുള്ള ആളാണെന്ന് പറ. ഒരു ഏഞ്ചൽ ഫിഷിനേക്കാൾ വീക്കാണെന്ന് പറഞ്ഞ് അതിൽ കാണിക്കുവാണ്. ഇത് കണ്ട് അവരൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയമാണ് അങ്ങോട്ട് ആ പ്രസിഡന്റ് വരുന്നത്. ഈ ക്ലബ്ബെല്ലാം അടച്ചുപൂട്ടിയിരിക്കുന്നു എന്ന് ആ പ്രസിഡന്റ് വന്ന് പറയുന്നു. സസക്കി ആ ഡോക്യുമെന്റ് കാണിച്ചു കൊടുക്കെന്ന് പറഞ്ഞ് യൂജിറോ പറയുന്നു. ഇതെന്ത് ഡോക്യുമെന്റാ? ബേസ്ബോൾ കളിക്കുന്ന ആ ഗ്രൗണ്ടിനടിയിൽ നിന്നും ഒരുപാടധികം അമാനുഷികമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നത് ഒരുപാട് പ്ലേയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് ഞങ്ങൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1980s ഈ സ്കൂൾ ഉണ്ടാക്കിയ സമയത്ത് ഈ സ്ഥലത്ത് വലിയൊരു പ്രൊട്ടക്ഷൻ നടന്നിട്ടുണ്ട്. അതിൽ ഈ സ്കൂളിനെതിരെ എതിർത്ത് നിന്നിരുന്ന ഒരാളെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. സോ അയാളുടെ ആത്മാവ് അവിടെ മൊത്തമായിട്ട് കറങ്ങി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ക്ലബ്ബ് നിങ്ങൾക്ക് ആവശ്യം വരുമെന്ന് പറഞ്ഞ് അവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആ സൗണ്ട് വരാൻ കാരണം ഒരു പ്രത്യേകതരം ജീവിയാണ്, അത് ഞങ്ങൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചതാണെന്ന് ആ പ്രസിഡന്റ് പറയുന്നു. ഇല്ലല്ല, ഇതെന്തോ അമാനുഷികതയാണ്, ഈ ക്ലബ്ബ് നമ്മുടെ സ്കൂളിന് ആവശ്യമാണെന്ന് പറഞ്ഞ് യുജിയും പറയുന്നു. അങ്ങനെ യുജിയും പ്രസിഡന്റും അവിടെ കടന്ന് അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്ലബ്ബ് ഉണ്ടാക്കാൻ 3 പേര് ആവശ്യമാണ്, പക്ഷെ നിങ്ങൾ 2 പേരേ ഉള്ളൂ. ഇറ്റഡോറി നീ അതിലില്ല എന്ന് യുജിയോട് പറയുന്നു. യുജിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെപ്പോ സംഭവിച്ചു എന്ന് പറഞ്ഞ് യുജിയും ഫ്രണ്ട്സും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം ഞാനാണ് നിന്നെ സ്പോർട്സ് ക്ലബ്ബിലോട്ട് മാറ്റിയതെന്ന് പറഞ്ഞ് PT സാർ വന്ന് പറയുവാണ്. സ്റ്റുഡൻസ് പെർമിഷൻ ഇല്ലാതെ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് റൂൾസ് ബ്രേക്ക് ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞ് പ്രസിഡന്റ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പോർട്സ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് എന്നെ കൊണ്ട് സാധിക്കും, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞ് യുജി പറയുന്ന സമയത്ത് PT സാർ പറയുവാണ്, ഓ അത്രക്ക് കോൺഫിഡൻസ് ഉണ്ടോ നിനക്ക്? എന്നാൽ നമുക്ക് 2 പേർക്ക് ഒരു മത്സരം വെച്ചാലോ? ഞാൻ റെഡി എന്ന് യുജിയും പറയുന്നു. സ്റ്റുഡന്റും ടീച്ചറും തമ്മിൽ മത്സരവും, ഇതിലെന്താ ഇത്രയും വലിയ സംഭവം എന്ന് പറഞ്ഞ് അന്തം വിട്ട് നിൽക്കുവാണ് പ്രസിഡന്റ്. പിന്നീട് നമ്മൾ കാണുന്നത് ആ കേഴ്സ് ഒബ്ജക്റ്റ് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന അവനെ തന്നെയാണ്. അവൻ അവിടെയൊക്കെ വീണ്ടും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്ത് ആരെയോ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഇവിടെ ഒരു കേഴ്സ് സ്പിരിറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേഴ്സ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശപിക്കപ്പെട്ട ആത്മാക്കൾ എന്നാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും പറഞ്ഞെന്നുള്ളൂ. ഇതൊരു സ്പെഷ്യൽ റാങ്ക് കേഴ്സ് ഒബ്ജക്റ്റ് ആണ്. ഇതെന്താ ഇത്രയും നിസ്സാരാക്കി ഇവർ വെച്ചിരിക്കുന്നതെന്ന് അവൻ ചിന്തിക്കുന്നു. ഇതേ സമയം സ്റ്റുഡൻസ് എല്ലാവരും കൂടി ചേർന്ന് PT സാറും യുജിയും കൂടി തമ്മിലുള്ള മത്സരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. PT സാർ എറിഞ്ഞ ആ ഷോട്ട് പുട്ട് 18 മീറ്റർ ദൂരം പോവാണ്. ഇതേപോലെ ആരെ കൊണ്ട് ഷോട്ട് പുട്ടിൽ ത്രോ ചെയ്യാൻ പറ്റില്ല. PT സാർ ഒരു നിഞ്ച വാരിയറുടെ റിയൽ കാർണേഷൻ ആണ്, അതുകൊണ്ടാണ് അവരെ കൊണ്ട് ഇതൊക്കെ പറ്റുന്നതെന്ന് പറഞ്ഞ് ഈഗോ കുച്ചി PT സാറിന് ഓവറായിട്ട് ബിൽഡപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് യുജിയുടെ ചാൻസ് ആണ്. ഞാനിത് എങ്ങനെ വേണമെങ്കിലും എറിയാൻ പറ്റുമോന്ന് യുജി ചോദിക്കുന്ന സമയത്ത് എങ്ങനെ വേണമെങ്കിലും എറിയാന്ന് PT സാറും പറയുന്നു. മാങ്ങക്ക് കല്ലെറിയുന്ന പോലെ അവനെടുത്ത് ഒറ്റ എറിയാണത്. 23 മീറ്റർ അപ്പുറത്ത് പോയി വീഴുവാണ്. PT സാർക്ക് നീ ഓവറായിട്ട് ബിൽഡപ്പ് കൊടുത്തുവെന്ന് സാസക്കി പറയുവാണ്. ശരിക്കും നിനക്ക് സ്പോർട്സിൽ ഒരുപാടധികം കഴിവുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഇതിൽ എന്നെ ജോയിൻ ചെയ്തോ എന്ന് സാസക്കി യുജിയോട് പറയുവാണ്.
നമ്മൾ 3 പേരിലെ ഏറ്റവും കൂടുതൽ ധൈര്യമുള്ളത് എനിക്കല്ലേ. സോ ഞാൻ വേണ്ടേ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ. പിന്നെ 6 മണിക്ക് മുമ്പ് തന്നെ എനിക്ക് വീട്ടിലോട്ട് പോകണം. നിങ്ങളുടെ ക്ലബ്ബിൽ ചേർന്ന പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ട, വെറുതെ ഇരുന്നാൽ മതി എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ക്ലബ്ബിലോട്ട് ചേർന്നത്. അത് മാത്രമല്ല മിസ്റ്റീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളിൽ എനിക്കും ഇൻട്രസ്റ്റ് ഉണ്ട്, അത് ഭയങ്കര ഫണ്ണാണ് എന്ന് യുജി പറയാണ്. ഇതേസമയം ആ കേഴ്സ് ഒബ്ജക്റ്റ് തേടി വന്ന അവൻ കേഴ്സ് ഇല്ലാഞ്ഞിട്ട് പോലും ഇവൻ ഗോജോയുടെ അത്രയും പവർഫുൾ ആണല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുവാണ് യുജിയെ നോക്കിക്കൊണ്ട്. എനിക്ക് വീട്ടിലോട്ട് പോകാൻ സമയമായെന്ന് പറഞ്ഞ് യുജി ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഓടുവാണ്. യുജി ആ കേഴ്സ് ഒബ്ജക്റ്റ് തേടിക്കൊണ്ടിരിക്കുന്ന അവന്റെ മുമ്പിലൂടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുവാണ്. യുജിയുടെ ശരീരത്തിലും ഒരു കേഴ്സ് ഉള്ളതായിട്ട് അവന് ഫീൽ ചെയ്യുവാണ്. എന്നാൽ ഇത് അവനോട് പറയണമെന്ന് പറഞ്ഞ് അവന്റെ പുറകെ ഓടുന്ന സമയത്ത് യുജി അവിടെ നിന്ന് സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് യുജി ഫ്ലവർ വാങ്ങിക്കൊണ്ട് അവന്റെ മുത്തശ്ശനെ കാണാൻ വേണ്ടി പോവാണ്. എനിക്ക് എന്തിനാടാ ഈ പൂവൊക്കെ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ടെൻഷനാവുന്ന സമയത്ത് ഇത് ഞാൻ നിങ്ങൾക്ക് വാങ്ങിയതല്ല, ഇവിടെയുള്ള നേഴ്സിന് വാങ്ങിയതാണെന്നും പറഞ്ഞിട്ട് അവൻ പറയുന്നു, എനിക്കൊരു കുഴപ്പമില്ല, പിന്നെ എന്തിനാ നീ ഡെയിലി എന്നെ കാണാൻ വേണ്ടി വരുന്നത്? നിങ്ങൾക്ക് തീരെ വയ്യാന്ന് എനിക്കറിയാം, പിന്നെ വലിയ ഹീറോയിസ് ഒന്നും കാണിച്ച് ഓരോന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് യുജിയും പറയുവാണ്. നിന്റെ അച്ഛനെയും അമ്മയെയും പറ്റി ഞാൻ നിനക്ക് പറഞ്ഞുതരാമെന്ന് മുത്തശ്ശൻ പറയുന്ന സമയത്ത് എനിക്ക് അതൊന്നും കേൾക്കണ്ട, ഇപ്പൊ കേട്ടിട്ട് ഇപ്പൊ അത് അറിഞ്ഞിട്ട് ഞാനിപ്പോ എന്ത് ചെയ്യാൻ പോവാണെന്ന് യുജിയും ചോദിക്കുകയാണ് മുത്തശ്ശനോട്. യുജി, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. നീ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പയ്യനാണ്. സോ നീ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യണം. ഞാൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എന്റെ ചുറ്റും ആരും തന്നെ ഇല്ല, എന്നാൽ നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അങ്ങനെ ആവാൻ പാടില്ല. നീ സ്ട്രോങ് ആയിട്ടുള്ള ആളായതുകൊണ്ട് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ നിനക്ക് വളരെ പ്രധാനപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ വേണ്ടി നീ സഹായിക്കണം, ഏതെങ്കിലും ഒരാളെയെങ്കിലും നീ സഹായിക്കണം. എന്നാലേ ആരെങ്കിലുമൊക്കെ അവസാന നിമിഷം നിന്റെ കൂടെ ഉണ്ടാവൂ. ഒരു നിമിഷം യുജി മിണ്ടാണ്ട് നിൽക്കുവാണ്. മുത്തശ്ശ അവരൊന്നും തന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. നഴ്സിന് കോൾ ചെയ്യാണ് യുജി. അവനെ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അവന്റെ മുത്തശ്ശൻ മരിച്ചുപോയി. നഴ്സ് വന്ന് ഫോർമാലിറ്റി എല്ലാം തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടി ആ ബോഡി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. യുജി ഫോർമാലിറ്റിക്കുള്ള എല്ലാ ഫോമും ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. നഴ്സ് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ അല്ലേ? ഇതിനു മുൻപ് ഞാൻ ഇതുപോലൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടില്ല. ഞാൻ ഫീൽ ചെയ്ത് ഇവിടെ വിഷമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെന്റെ മുത്തശ്ശന് ഇഷ്ടപ്പെടില്ല. സോ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് യുജി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടൊരാൾ വരുന്നത്. യുജി ഇട്ടഡോറി, എന്റെ പേര് മിഗുമി ഫുഷിക്രോ, ജുജുട്സു ടെക്കിൽ നിന്നും വരുന്നു. നിന്നോട് എനിക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ നിന്റെ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് ആ കേഴ്സ് ഒബ്ജക്റ്റ് കാണിച്ചു കൊടുക്കുവാണ്. ഇത് ഞങ്ങളാണ് എടുത്തത്, സാസക്കിയാണ് എടുത്തത്, പക്ഷെ ഇതിപ്പോ എന്റെ കയ്യിലുണ്ടെന്ന് യുജി പറയാണ്. ഇത് കേട്ട് ഫുഷിക്രോ പറയാണ്, ഈ ലോകത്ത് ഒരുപാടധികം കേഴ്സ് ചുറ്റി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് പോപ്പുലേഷൻ ഒരുപാടധികം ഉള്ള സ്ഥലത്താണ്. സ്കൂൾ, കോളേജ്, ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗ്രേഡ് കേഴ്സ് ആ സ്ഥലത്ത് വെക്കുന്ന സമയത്ത് ചെറിയ കേഴ്സ് ഒന്നും ആ സ്ഥലത്തോട്ട് വരില്ല. അതുപോലത്തെ ഒരു കേഴ്സ് ഒബ്ജക്റ്റ് ആണ് നിങ്ങളുടെ സ്കൂളിലും ഉണ്ടായിരുന്നത്. ഇത് കേട്ട് യുജി, അപ്പോ കേഴ്സിനെ വെച്ച് തന്നെ കേഴ്സ് തടുത്തോണ്ടിരിക്കുകയാണല്ലേ? അതേന്ന് ഫുഷിഗ്രയും പറയുന്നു. ഈ സ്പെഷ്യൽ ഗ്രേഡ് കേഴ്സ് ഒക്കെ ഞങ്ങൾ സീൽ ചെയ്തിട്ടായിരിക്കും വെക്കുന്നുണ്ടാവുക, പക്ഷെ കാലപ്പഴക്കം കാരണം അതിന്റെ സീലിന്റെ പവേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കും. പോരാത്തേനെ ഈ കേഴ്സ് ഒക്കെ ഒരുപാട് വർഷം മുൻപേ സീൽ ചെയ്തതാണ്. സോ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിന്യൂവൽ ചെയ്യണം. ശരി, നിങ്ങൾ ചോദിച്ച സാധനം അതാന്ന് പറഞ്ഞ് യുജി അതെടുത്ത് കൊടുക്കുവാണ്. അത് തുറന്നു വെക്കുന്ന ഫുഷിഗ്ര കാണുന്നത് അത് പെട്ടി മാത്രമേ ഉള്ളൂ, അതിനുള്ളിലിരിക്കുന്ന ഒബ്ജക്റ്റ് കാണാനില്ല. ഇതിനകത്തുണ്ടായിരുന്ന ഒബ്ജക്റ്റ് എവിടെയാണെന്ന് യുജിയോട് ചോദിക്കുന്നു. അതെന്റെ ഫ്രണ്ട്സിന്റെ കയ്യിലുണ്ട്, ഇന്ന് രാത്രി അത് അവർ തുറന്നു നോക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് യുജി പറയുന്നു. ഇത് കേട്ട് ഫുഷിഗ്രോ, ഓ തീർന്നു, എല്ലാം അവസാനിച്ചു, നിന്റെ ഫ്രണ്ട്സ് മരിക്കാൻ പോവാ. ഇതേ സമയം രാത്രി ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് ആ സീൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ലൈറ്റ് ഇട്ടാലോ എന്ന് ഈഗോജി ചോദിക്കുന്നുണ്ടെങ്കിലും സാസാക്കി വേണ്ട എന്ന് പറയുകയാണ്. ഇത് നമ്മൾ തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് അതിനകത്തൊരു വിരലാണ് ഇരിക്കുന്നത്. അതും ഒരു വിചിത്രമായിട്ടുള്ള മനുഷ്യന്റെ വിരൽ. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ക്യാൻഡിൽസ് എല്ലാം കെടുവാണ്. ആ സീലും ആ ഫിംഗറും എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഓടാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതാ അവരുടെ തലയ്ക്ക് മുകളിൽ നിന്നും ഒരുപാട് കണ്ണുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നു. എന്താ ഇതുപോലത്തെ സാധനമൊക്കെ കുറച്ച് സൂക്ഷിച്ചു വെച്ചൂടെ എന്ന് പറഞ്ഞ് യുജി ഫുഷിഗറോട് ചോദിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്തിയേ പറ്റുള്ളൂ. യുജി അവനെ ഒരു ഷോർട്ട് കട്ടിലൂടെ കൊണ്ടുപോവാണ്. പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നുണ്ട് അത് 4th ഫ്ലോറിലാണ് ഇരിക്കുന്നത്. ഈ ബിൽഡിങ്ങിന് ചുറ്റും കേഴ്സിന്റെ സാന്നിധ്യം എനിക്ക് കിട്ടുന്നുണ്ട്. സോ പണി പാളി, നീ ഇവിടെ നിന്നാ മതി, അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് ഫുഷിഗ്രോ അവിടുന്ന് പോവാൻ ശ്രമിക്കുന്ന സമയത്ത് ഫുഷിഗ്രോ, ഞാനും വരാം, അവരെന്റെ ഫ്രണ്ട്സ് ആണെന്ന് യുജി പറയുന്നു. ഫുഷിഗ്രോ പറയുന്നു, നീ ഇവിടെ നിന്നാ മതി എന്നും പറഞ്ഞുകൊണ്ട് ഫുഷിഗ്രോ അവിടെ നിന്നും പോവാണ്. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട്. ഇതേ സമയം തന്നെ സാസാക്കി ആ കേഴ്സിനെ പേടിച്ച് നിൽക്കുവാണ്. ആ കേഴ്സ് ആണെങ്കിൽ അവളെ തെരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ഇതേ സമയമാണ് ഹിക്കുജി അങ്ങോട്ട് വരുന്നത്. ഹിക്കുജി നീ വന്നോ എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് അവന്റെ തലയിൽ ഒരു കേഴ്സ് ഇരിക്കുന്നു. ഇതേ സമയം തന്നെ ആ കേഴ്സ് സ്പിരിറ്റ് ഇവളെയും പിടിക്കുവാണ്. ആ സീൽ ഓപ്പൺ ചെയ്തുകൊണ്ട് എല്ലാം തന്നെ ആ കേഴ്സ് ഒബ്ജക്റ്റ് തേടിയിട്ടാണ് വരുന്നത്. സോ ആ കേഴ്സ് ഒബ്ജക്റ്റ് ഓപ്പൺ ചെയ്തത് കൊണ്ട് അതിന്റെ അകത്തു നിന്നും വന്നതല്ല ഈ മോൺസ്റ്റേഴ്സ്. ആ വിരല് കിട്ടാൻ
കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരെ ആക്രമിക്കുന്നത്. സോ അങ്ങോട്ട് ഓടി വന്ന മിഗൂമി തന്റെ ഡീമൺ ഡോഗ്സിനെ സഹായത്തിന് കൊണ്ടുവരുന്നു. ഇതും ഒരു കേഴ്സ് സ്പിരിറ്റ് പോലെ തന്നെയാണ്. ഞാനിവിടെ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ശരിയാണോ എന്ന് യൂജി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്നെ മിഗൂമി പറഞ്ഞ കാര്യം അവന് ഓർമ്മ വരുന്നു. നിന്റെ ഫ്രണ്ട്സ് ഒക്കെ മരിക്കാൻ പോവാ. യൂജി, നീ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. നീ ആളുകളെ സഹായിക്കണം. എന്നെ പോലെ മരിക്കുന്ന സമയത്ത് നീ ഇരിക്കാൻ പാടില്ല. നിനക്ക് പ്രധാനപ്പെട്ട ആരെങ്കിലും ഒരാളെങ്കിലും നീ രക്ഷിക്കണം എന്ന് അവന്റെ മുത്തശ്ശൻ പറഞ്ഞത് അവന് ഓർമ്മ വരുന്നു. മിഗൂമി ആ ഫിംഗർ ഇരിക്കുന്ന സ്ഥലത്തോട്ട് ഓടിച്ചെല്ലുവാണ്. ആ പെണ്ണിനെയും കൂടി ചേർത്ത് ആ ഫിംഗർ വിഴുങ്ങാനാണ് ഈ കേഴ്സിന്റെ പ്ലാൻ എന്ന് മിഗൂമിക്ക് മനസ്സിലാവുന്നു. യൂജി ആണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കാമെന്ന് തീരുമാനിക്കുവാണ്. ഇതേ സമയം തന്നെ ഒരുപാട് കാൾ സ്പിരിറ്റ് ഒന്നിച്ച് ചേർന്ന് അവളെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്താ ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞ് മിഗൂമി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ സ്കൂളിന്റെ ഗ്ലാസ് എല്ലാം തല്ലി തകർത്തുകൊണ്ട് അങ്ങോട്ട് യൂജി വരുന്നു. അങ്ങനെ ആ കേഴ്സ് സ്പിരിറ്റിന്റെ അടുത്ത് നിന്നും തന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കുകയാണ് യൂജി. ഇത് എന്ത് മോൺസ്റ്റർ ആണെന്നും പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുവാണ് യൂജി. പെട്ടെന്ന് തന്നെ മിഗൂമിയുടെ ഡീമൺ ഡോഗ്സ് വന്നിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്നു. നിന്നെ കൊണ്ട് അതിനെ കാണാൻ പറ്റുന്നുണ്ടാ? എന്നിട്ട് എങ്ങനെ നീ ഇപ്പൊ അതിനെ പേടിക്കാതെ നിൽക്കുന്ന എന്ന് മിഗൂമി ചോദിക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സ് അപകടത്തിലാണ് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. സോ അവരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒന്നും തന്നെ നോക്കിയില്ല എന്ന് യൂജി പറയുവാണ്. ഞാൻ നിന്നോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞല്ലേ, പിന്നെ നീ എന്തിനാ വന്നതെന്ന് മിഗൂമി ചോദിക്കുവാണ്. എന്റെ മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊണ്ട് പറ്റുന്നവരെയൊക്കെ നീ സഹായിക്കണമെന്ന്. സോ അത് പറഞ്ഞിട്ട് അവർ മരിച്ചുപോയി. അവരുടെ അവസാന ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ഇതല്ലേ നിങ്ങൾ തേടി വന്ന ആ കേഴ്സ് ഒബ്ജക്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ആ ഫിംഗർ അവൻക്ക് നേരെ നീട്ടുന്ന സമയത്താണ് അവന്റെ മുകളിൽ നിന്നും വലിയൊരു കൈ വന്ന് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് കണ്ട് മിഗൂമി അവനെ അവിടെ നിന്നും തട്ടി മാറ്റുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ആ കേഴ്സ് സ്പിരിറ്റ് വന്ന് നമ്മുടെ മിഗൂമിയെ പിടിച്ചിട്ടുണ്ടായിരുന്നു. മിഗൂമിയെ അത് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് മിഗൂമിയെ സഹായിക്കാൻ വന്ന തന്റെ ഡീമൺ ഡോഗ്സും അവിടെ നിന്നും പോവാണ്. ഇതിന് മുൻപ് വന്ന കേഴ്സ് സ്പിരിറ്റിനേക്കാൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള കേഴ്സ് സ്പിരിറ്റ് ആണിത്. സോ മിഗൂമി അത് വാരിക്കോരി അടിച്ചുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂജി വന്ന് മിഗൂമിയെ സഹായിക്കാൻ വേണ്ടി ആ ഡീമണുമായിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുവാണ്. നിന്റെ ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് നീ ഇവിടെ നിന്നും പോവാൻ നോക്കാതെ നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് മിഗൂമി ടെൻഷൻ ആവുന്ന സമയത്ത് നീയും എന്റെ ഒരു ഫ്രണ്ടാണ്, നിന്നെ ഈ മോൺസ്റ്ററിന് വിട്ടുകൊടുത്തിട്ട് എനിക്ക് എങ്ങനെ പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞ് യൂജിയും പറയുന്നു. അതേസമയം തന്നെ യൂജിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഫിംഗർ മുകളിലോട്ട് തെറിക്കുന്നു. ആ കേഴ്സ് സ്പിരിറ്റ് ആ വിരലിന് വേണ്ടി യൂജിയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാ യൂജി ആ വിരൽ കടിച്ചു പിടിച്ചിരിക്കുന്നു. യൂജിയെയും കൂടി ചേർത്ത് ആ ഫിംഗർ കഴിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേഴ്സ് സ്പിരിറ്റ്. ഈ കേഴ്സ് ഒബ്ജക്റ്റ് ഇത് നീ കഴിച്ചാൽ നീ സ്ട്രോങ് ആയിട്ട് മാറുമെന്നുള്ളത് കൊണ്ടല്ലേ നീ ഇത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നേ. നിനക്ക് മുന്നേ ഞാൻ തന്നെ ഇത് കഴിക്കുമെന്ന് പറഞ്ഞ് യൂജി അത് മുകളിലോട്ടിടുന്നു. ആ ഫിംഗർ ഇപ്പൊ കഴിക്കൂടാന്നും പറഞ്ഞ് നോക്കി നിൽക്കുന്ന സമയത്ത് പുറകിൽ നിന്നൊരു ശബ്ദം, അത് വേണ്ട, അങ്ങനെ ചെയ്യല്ലേ. മിഗൂമി ആയിരുന്നു അത്. എന്നാൽ അത് പറഞ്ഞു തീരുമ്പോഴേക്കും യൂജി അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫിംഗർ ഒരു പോയിസൺ പോലെയാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവൻ മരിച്ചു പോവും. പക്ഷേ മില്യൺസിൽ ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മിഗൂമി നോക്കി നിൽക്കുന്ന സമയത്താണ് യൂജി ആ കേഴ്സ് സ്പിരിറ്റിന്റെ കയ്യിൽ നിന്നും പുറത്തു വരുന്നത്. യൂജിയുടെ കയ്യിലൊക്കെ ഒരുപാട് സിമ്പിൾസ് ഒക്കെ വരുന്നുണ്ട്. സോ അവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആ കേഴ്സ് സ്പിരിറ്റിനെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അവൻ ഇല്ലാതാക്കുന്നു. യൂജിയുടെ മുഖത്ത് ഒരുപാടധികം മാർക്ക് വന്നിട്ടുണ്ട്. എക്സ്ട്രാ 2 കണ്ണും വന്നിട്ടുണ്ട്. സോ യൂജി ഇപ്പോ ഒരു പവർഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആയി മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു വിധത്തിൽ എനിക്ക് മോചനം ലഭിച്ചിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഒരുപാട് മനുഷ്യരുണ്ടല്ലോ, വയസ്സായവർ, കുട്ടികൾ, പെണ്ണുങ്ങൾ, നിറയെ ആളുകൾ. ഈ കാലഘട്ടത്തിൽ എനിക്ക് മോചനം കിട്ടിയത് എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ അവന്റെ ശരീരം തന്നെ സംസാരിക്കുന്നു. ഏയ് ഡ്യൂഡ്, നീ ഇടിക്കുന്നത് എന്റെ ശരീരത്തിലാണ് എന്ന് പറഞ്ഞ് യൂജി അവന്റെ ശരീരത്തിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചെറിയ കുട്ടീനെ കൊണ്ട് എങ്ങനെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നേ എന്ന് പറഞ്ഞ് അവന്റെ ഉള്ളിലിരിക്കുന്ന ആ സ്പിരിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മില്യൺസിൽ ഒരേ ഒരു ചാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാ ഇത് വളരെ മോശമായി പോയി. നിന്നെ കൊല്ലാതെ എനിക്ക് വേറെ വഴിയില്ല സൂക്കുണ എന്ന് പറഞ്ഞ് ഫൂജി അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. സോ അങ്ങനെ ഒരു സീൻ കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സോ അതെല്ലാം തന്നെ ഇനി വരുന്ന എപ്പിസോഡ് കണ്ടാൽ മാറുന്നേ ഉള്ളൂ. ഈ സീസണിൽ മൊത്തം 25 എപ്പിസോഡാണുള്ളത്. സോ ഗൈസ്, മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എപ്പിസോഡ്സ്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.